പെൻസിൽവാനിയയിലെ പിസ്റ്റണിലുള്ള സ്മോൾ കുടുംബത്തിൽ നടന്നതായി പറയപ്പെടുന്ന അസ്വാഭാവിക സംഭവങ്ങളുടെ ഭീതിജനകമായ ഒരു കഥയാണിത്. 1974-89 കാലഘട്ടത്തിൽ ജാക്ക് സ്മോളിന്റെയും ഭാര്യ ജാനറ്റിന്റെയും ജീവിതത്തിൽ നടന്നതായി അവകാശപ്പെടുന്ന ഈ കഥ അന്ന് വ്യാപകമായ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ഈ കഥയെക്കുറിച്ച് കൂടുതൽ അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബക്ടേഴ്സ്. 1922 ആഗ്നസ് ചുഴലിക്കാറ്റ് മൂലം വടക്ക് കിഴക്കൻ പെൻസിൽവാനിയയുടെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലായി. ഇതിനെ തുടർന്ന് സ്മോൾ കുടുംബം വിൽസ് വാലിയിലുള്ള അവരുടെ വീട് ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. ജാക്കിന്റെ മാതാപിതാക്കളായ ജോണും മേരിയും 1973 വെസ്റ്റ് പിറ്റ്സ്റ്റണിൽ $18,000 ഒരു വീട് വാങ്ങി. രണ്ടു കുടുംബങ്ങൾക്ക് സുഖമായി താമസിക്കാൻ കഴിയുന്ന ആ വീട്ടിലേക്ക് ജോണും മേരിയും ജാക്കും ജാനറ്റും തങ്ങളുടെ മക്കളുമായി താമസം മാറി. 1896 പണിത വീടായതിനാൽ ആ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ധാരാളം പണം അവർക്ക് ചെലവഴിക്കേണ്ടി വന്നു. ജാക്കും ജാനറ്റും അവരുടെ കുട്ടിക്കാലം ചെലവഴിച്ചത് ഈ പ്രദേശത്തായിരുന്നു. 1967 അവർ തമ്മിൽ കണ്ടുമുട്ടുകയും 1968 വിവാഹിതരാകുകയും ചെയ്തു. ജാക്ക് നേവി ആർമിയിൽ ന്യൂറോ സൈക്കാട്രി ടെക്നീഷ്യൻ ആയിരുന്നു. രണ്ടുപേരും തികഞ്ഞ കത്തോലിക്ക മതവിശ്വാസികളായിരുന്നു. ജാക്കും ജാനറ്റും ജാക്കിന്റെ മാതാപിതാക്കളോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ആ വീട്ടിൽ താമസം തുടങ്ങി ഏതാണ്ട് 18 മാസങ്ങൾക്ക് ശേഷം അവിടുത്തെ അവസ്ഥകളെല്ലാം മാറി മറിയാൻ തുടങ്ങി. അവിടെ പല വിചിത്ര സംഭവങ്ങളും നടക്കാൻ ആരംഭിച്ചു. അതിന്റെ തുടക്കം പോലെ 1974 ജനുവരിയിലെ ഒരു ദിവസം ജാനറ്റ് പതുപോലെ മുറിയാക്കി വൃത്തിയാക്കുമ്പോൾ ഭിത്തിയിൽ വിചിത്രമായൊരു കറയുടെ പാട് കണ്ടു. അതത്ര തുടച്ചിട്ടും പോയതുമില്ല. ആ കറയുടെ പാട് എവിടെ നിന്ന് വന്നതെന്ന് അവർക്കറിയാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഒരു ദിവസം ജാക്കിന്റെ TV സെറ്റ് പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. അതിന്റെ കാരണം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനെല്ലാം പുറമെ ആ വീട്ടിലെ പൈപ്പുകളെല്ലാം തന്നെ ലീക്കാവാൻ തുടങ്ങി. പല ആവർത്തി ഒട്ടിച്ചിട്ടും ആ ചോർന്നൊലിക്കൽ അവരെ കൊണ്ട് നിർത്താൻ കഴിഞ്ഞില്ല. കൂടാതെ ഉപയോഗിക്കാതിരുന്ന പുതിയ സിങ്കിലും ബാത്ടബിലും ബാത്റൂമിന്റെ ഭിത്തിയിലുമെല്ലാം വന്യമൃഗങ്ങൾ മാന്തിക്കേറിയതുപോലുള്ള നഖത്തിന്റെ പാടുകൾ കാണപ്പെട്ടു. ഇത്രയായപ്പോഴേക്കും അവരുടെ മനസ്സമാധാനം ഇല്ലാതാകാൻ തുടങ്ങി. ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിരിക്കെ ഭയാനകമായൊരു മറ്റൊരു സംഭവം നടന്നത്. 1975 ഒരു രാത്രിയിൽ ജാക്കിന്റെ മൂത്ത മകൾ ഡോൺ എന്തോ വീഴുന്ന ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ അവളുടെ മുറിക്ക് ചുറ്റും അജ്ഞാതരായ മനുഷ്യരൂപങ്ങൾ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്നത് കണ്ട് അവൾ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് തന്റെ മാതാപിതാക്കളുടെ മുറിയിലേക്ക് ഓടി. അവിടെ ചെന്ന് തന്റെ മാതാപിതാക്കളോട് കാര്യം പറഞ്ഞു. ഉടൻ തന്നെ ജാക്കും ജാനറ്റും ഡോണിന്റെ മുറിയിൽ ചെന്ന് നോക്കിയെങ്കിലും അവിടെയൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇതുപോലെയുള്ള കാഴ്ചകൾ ആ വീട്ടിലെ നിത്യസംഭവമായി. ടോയ്ലറ്റുകളിൽ നിന്ന് താനെ ഫ്ലഷ് ചെയ്യുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. രാത്രികാലങ്ങളിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ പടിയിലൂടെ ആരോ നടക്കുന്ന ശബ്ദം തുടരെ കേൾക്കുമായിരുന്നു. എന്നാൽ ആരാണെന്നറിയാൻ ചെന്ന് നോക്കുമ്പോൾ ആരെയും കാണാൻ കഴിഞ്ഞില്ല. രാത്രി സമയങ്ങളിൽ മുരളുന്ന ശബ്ദവും അസഹനീയമായ ദുർഗന്ധവും കാരണം അവർക്ക് ഉറക്കം നഷ്ടപ്പെടുമായിരുന്നു. ഓഫ് ചെയ്ത റേഡിയോ താനെ പ്രവർത്തിക്കുമായിരുന്നു. റോക്കിംഗ് കസേരകൾ ആരുമില്ലാതെ തന്നെ താനെ ആടുമായിരുന്നു. ഇതിനെല്ലാം പുറമെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ജാക്കിനെ ഒരു അദൃശ്യ കൈകൾ സ്പർശിക്കുന്നതായി പലപ്പോഴും അനുഭവപ്പെടാറുമുണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം തങ്ങളുടെ വീട് ഏതോ അമാനുഷിക ശക്തിയുടെ പിടിയിലാണെന്ന് അവർക്ക് തോന്നി തുടങ്ങി. ശല്യപ്പെടുത്തുന്ന സംഭവങ്ങളായി തുടങ്ങിയത് ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളായി മാറി. ഇതിനെ ചൊല്ലി ഒരിക്കലും പരസ്പരം കലഹിക്കാത്ത ജാക്കും ജാനറ്റും തമ്മിൽ തർക്കങ്ങൾ വരെ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബേസ്മെന്റിൽ തുണി കഴുകിക്കൊണ്ടിരുന്ന ജാനറ്റിനെ ആരോ വിളിച്ചതായി കേട്ടു. വിളി കേട്ട ജാനറ്റ് ചുറ്റുപാടും നോക്കി. ആരെയും കാണാൻ കഴിഞ്ഞില്ല. വീണ്ടും അതുപോലെ വിളിശബ്ദം കേട്ടു. എന്നാൽ ആരെയും ചുറ്റിനും കണ്ടതുമില്ല. പെട്ടെന്നാണ് ആ സമയത്ത് ആ വീട്ടിൽ താൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന സത്യം ജാനറ്റ് ഓർത്തത്. എന്നാൽ പിന്നെ ആരാണ് തന്നെ വിളിച്ചതെന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 2 ദിവസത്തിന് ശേഷം പെട്ടെന്ന് വീടാകെ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. എന്നാൽ ചൂടുള്ള കാലാവസ്ഥയിൽ അവിടെ മാത്രം അങ്ങനെ ഒരു അനുഭവം എന്താണ് സംഭവിച്ചെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ജാനറ്റ് അടുക്കളയിൽ എന്തോ ശബ്ദം കേട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു കറുത്ത രൂപത്തെ കാണാനിടയായി. ജാനറ്റെ കണ്ട ആ രൂപം പതുക്കെ ചുവരിലൂടെ അപ്രത്യക്ഷമാവുകയും മറുവശത്തെ മുറിയിലിരുന്ന മേരിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഈ രൂപത്തെ കണ്ട് മേരി ഭയഭീതിയോടെ നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ ആ രൂപം പതുക്കെ അവിടെ നിന്നും അപ്രത്യക്ഷമായി. പ്രേതാത്മാക്കളുടെ സാന്നിധ്യം ദിവസം ചെല്ലുന്തോറും കൂടി വരാൻ തുടങ്ങി. ഒരു ദിവസം ജാക്കിന്റെ മകൾ 18 വയസ്സുള്ള ഹെദറിന്റെ കത്തോലിക്ക മതത്തിൽ ചേരേണ്ട ചടങ്ങ് നടക്കുന്ന ദിവസം പള്ളിയിൽ പോകാനായി ഒരുങ്ങുന്ന പെൺകുട്ടിയുടെ തലയിലേക്ക് ലൈറ്റ് ഫിക്ചർ ഉരി വീഴാൻ തുടങ്ങി. എന്നാൽ ഒഴിഞ്ഞു മാറിയതിനാൽ ഒരു വലിയ അപകടം ഒഴിവായി. പ്രേതാത്മാക്കൾ മനഃപൂർവ്വം മക്കളെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ ഒരു ദിവസം ഉറങ്ങുകയായിരുന്ന ജാനറ്റിനെ ആരോ ബലമായി വലിച്ചു താഴേക്കിട്ടു. മാത്രമല്ല അവരുടെ വളർത്തുനായായ സൈമണിനെ പല ആവർത്തി എടുത്ത് ദൂരേക്കിറങ്ങി. ആ മിണ്ടാപ്രാണിയെ പോലും ആ ദുഷ്ടാത്മാക്കൾ വെറുതെ വിട്ടില്ല. പലപ്പോഴും ചുവരുകളിൽ നിന്ന് ഭയങ്കരമായ ശബ്ദം കേൾക്കാമായിരുന്നു.
ഒരിക്കൽ ഉറങ്ങിക്കിടന്നപ്പോൾ ജാക്കിന്റെ കാതിൽ ഏതോ സ്ത്രീയുടെ പിറുപിറുക്കുന്ന ശബ്ദം കേൾക്കാനിടയായി. അയാൾ ഉണർന്നു നോക്കുമ്പോൾ ജാനറ്റിന്റെ അടുത്തൊരു കറുത്ത രൂപം നിൽക്കുന്നത് കണ്ടു. അയാൾ ജാനറ്റിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. പെട്ടെന്ന് ആ രൂപം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഒരു രാത്രി ഉറങ്ങിക്കിടന്ന ജാക്കിന്റെ മകൾ ഷാനിനെ കിടക്കയിൽ നിന്ന് തള്ളി താഴേക്കിട്ട് പടിക്കെട്ടിലുള്ള താഴേക്ക് വലിച്ചെറിഞ്ഞു. സ്കൂൾ കുടുംബം വീട്ടിലില്ലാത്ത സമയത്ത് അവിടെ നിന്ന് നിലവിളികളും വിചിത്രമായ ശബ്ദങ്ങളും കേട്ടിട്ടുള്ളതായി അവരുടെ അയൽക്കാർ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഇതിനെതിരെ പ്രതിരോധിക്കുമെന്ന് സ്മോൾ കുടുംബം തീരുമാനമെടുത്തു. ഇത് കേട്ട മിക്ക അയൽക്കാരും അവരുടെ അവസ്ഥയിൽ അനുകമ്പ കാണിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 1986 ജനുവരി കണക്റ്റിക്കട്ടിലെ മൺട്രോയിൽ നിന്നുള്ള ഡിമിനോളജിസ്റ്റുകളായ ഏഡിനെയും വാറനെയും കുറിച്ച് കേൾക്കാനിടയായ ജാനറ്റ് അവരെ ചെന്ന് കാണുകയും തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അവരോട് പറയുകയും ചെയ്തു. അവരുടെ അവസ്ഥ മനസ്സിലാക്കിയ ഏഡും വാറനും അവരെ സഹായിക്കാൻ തീരുമാനിക്കുകയും അവരെ സഹായിക്കാനായി അവരുടെ വീട്ടിലെത്തുകയും ചെയ്തു. വീട്ടിലെത്തിയവർ സ്മോൾ കുടുംബത്തിൽ ആരെങ്കിലും ഓജോ ബോർഡിന്റെ സഹായത്താൽ ഏതെങ്കിലും ദുഷ്ട ആത്മാക്കളെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമായി ചോദിച്ചറിഞ്ഞു. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യവും ആ വീട്ടിലാരും ചെയ്തിട്ടില്ലെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായി. ഏഴും വാരനും വീട്ടിന്റെ ചുറ്റുപാട് നിരീക്ഷിക്കുകയും ഈ നിരീക്ഷണത്തിനൊടുവിൽ അവരുടെ കിടപ്പുമുറിയിലെ അലമാരിയിൽ 4 ദുഷ്ടാത്മാക്കളുടെ സാന്നിധ്യം അവർ കണ്ടെത്തുകയും ചെയ്തു. ആ ആത്മാക്കളിൽ നിരുപദ്രവകാരിയായ ഒരു വൃദ്ധയും ചെറുപ്പക്കാരിയും ആക്രമണകാരിയുമായ ഒരു പെൺകുട്ടിയും ദുർമരണം സംഭവിച്ച ഒരു പുരുഷനും കൂടാതെ ഈ ആത്മാക്കളെ ഉപയോഗിച്ച് ദുഷ്ടകാരം ചെയ്യുന്ന അതിക്രൂരനായ ഒരു സാത്താനും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആ ദുഷ്ടാത്മാക്കളെ പുറത്താക്കാനുള്ള ആദ്യപടിയായി വാറൻ ദമ്പതികൾ മതപരമായ സംഗീതത്തിന്റെ ടേപ്പുകൾ ഓൺ ചെയ്യുകയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിന്റെ പ്രത്യാഘാതം പോലെ പ്രേതാത്മാക്കൾ അവിടുത്തെ ഡ്രോയറുകൾ ശക്തമായി തുറക്കുകയും അടയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇതിലൊന്നും ഭയപ്പെടാതെ ഏഡും ലോറനും ദുഷ്ടാത്മാക്കളോട് അവിടെ നിന്ന് പുറത്തു പോകാൻ ശക്തമായ ഭാഷയിൽ ആജ്ഞാപിച്ചു. കൂടാതെ വിശുദ്ധ ജലം അവിടെയെല്ലാം തളിക്കുകയും ഇതിനെ തുടർന്ന് ദേഷ്യത്തിലായ ആത്മാക്കൾ ശാന്തരാവുകയും ചെയ്തു. എങ്കിലും പ്രേതാത്മാക്കളുടെ ക്രൂരതകൾ നടന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ജാക്കിനെ പ്രായമായ സ്ത്രീയുടെ രൂപത്തിലുള്ള ദുഷ്ടാത്മാവ് ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാൻ തുടങ്ങി. ഇതറിഞ്ഞ് അവിടെ എത്തിയ ലോറൻ തന്നെ മനക്കണ്ണിലൂടെ ആ പ്രേതരൂപത്തെ ദർശിക്കാനിടയായി. അവൾക്ക് ചുവന്ന കണ്ണുകളും പച്ച നിറത്തിലുള്ള മോണയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ രൂപത്തെ കണ്ടയുടനെ ലോറന്റെ ശരീരം വിറയ്ക്കുകയും അവൾ വല്ലാതെ ശ്വാസം മുട്ടുകയും ചെയ്തു. എന്നാൽ പതുക്കെ അത് നോർമൽ ആവുകയും ചെയ്തു. ഈ അനുഭവങ്ങളെ തുടർന്ന് സഫയിൽ നിന്ന് പിന്തുണ ലഭിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ഒടുവിൽ എക്സോസിസം സ്പെഷ്യലിസ്റ്റായ ഫാദർ റോബർട്ട് ബാക്കനെ വാരൻസ് ദമ്പതികൾ സ്മോളിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം അവിടെ എത്തി ലാറ്റിൻ കുർബാന നടത്തിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. സ്മോൾസ് കുടുംബത്തിലെ പ്രേതാത്മാക്കളുടെ വേട്ടയാടൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ജാക്കിന്റെ മകൾ കാരിൻ പനി ബാധിച്ച് ഗുരുതരാവസ്ഥയിലാവുകയും എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായി അവൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. കൂടാതെ ഒരു ദിവസം ജാനറ്റിന്റെ മേരിയുടെ കൈകളിൽ ഏതോ മൃഗം മാന്തിക്കീറിയതുപോലെയുള്ള പാടുകൾ കാണപ്പെട്ടു. ഇതെങ്ങനെ സംഭവിച്ചതെന്ന് ഇരുവർക്കും മനസ്സിലായില്ല. ഇതിനെക്കുറിച്ച് ഏഡിനോടും ലോറനോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് സ്മോൾ കുടുംബത്തിൽ നടക്കുന്ന പ്രേതബാധ 2ാം ഘട്ടത്തിലാണെന്നും അതിന്റെ അവസാനം ആക്രമണത്തിനും മരണത്തിനുമാണ് മിക്കപ്പോഴും അവസാനിക്കുന്നതെന്നും അവർ വിശദീകരിച്ചു. ഫാദർ റോബർട്ട് ബാക്കന്റെ 2ാമത്തെ എക്സോസിസം നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു. ഒരിക്കൽ ജോലി സ്ഥലത്ത് വെച്ച് ജാക്കിനെ വീണ്ടും ദുഷ്ടാത്മാക്കൾ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഈ വീട്ടിൽ നിന്ന് എവിടെ പോയാലും തങ്ങളുടെ ജീവൻ സുരക്ഷിതമല്ലെന്ന്. സഭയുടെ നിരന്തരമായ വിസമ്മതം മൂലം അവർ തങ്ങളുടെ ജീവിതാനുഭവം ടിവിയുടെ മാധ്യമത്തിലൂടെ ലോകത്തെ അറിയിക്കാൻ തീരുമാനിച്ചു. അതിനാൽ പീപ്പിൾസ് ഓഫ് ടോക്കിംഗ് എന്ന പ്രാദേശിക ഫിലോഡൽഫിയ ഷോയിൽ റിച്ചാർഡ് ബേയുമായുള്ള അഭിമുഖത്തിൽ അവർ തങ്ങളുടെ അനുഭവങ്ങൾ എല്ലാം തന്നെ ലോകത്തോട് തുറന്നു പറഞ്ഞു. ഇതിന്റെ ഫലമായി ദേഷ്യത്തിലായ പ്രേതാത്മാക്കൾ ഉറങ്ങിക്കിടന്ന ജാനറ്റിനെ ഭിത്തിയിലേക്ക് തൂക്കിയെറിഞ്ഞു. മാത്രമല്ല ഭീകരജീവിയുടെ രൂപത്തിലെത്തി ജാക്കിനെ ഭയപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ നിന്നെല്ലാം സഹികെട്ട സ്മോൾ കുടുംബം 1986 വിൽസ് ബാരെ സൺഡേ ഇൻഡിപെൻഡൻസ് പത്രത്തിന് ഒരു അഭിമുഖം നൽകി. ഉടൻ തന്നെ ഇതിനെക്കുറിച്ചറിഞ്ഞ പത്രപ്രവർത്തകരും പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സും സ്മോൾസിന്റെ കുടുംബം സന്ദർശിക്കാനെത്തി. എന്നാൽ ഇതെല്ലാം പണത്തിനും പ്രശസ്തിക്കും വേണ്ടി അവർ നടത്തുന്ന നാടകമാണെന്ന് ചിലർ പറഞ്ഞു പരത്തി. എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിൽ സ്മോൾസ് കുടുംബത്തിൽ നടന്നതെല്ലാം സത്യം തന്നെയാണെന്ന് തെളിയിക്കപ്പെട്ടു. പത്രവാർത്ത ഒടുവിൽ സ്കാൻഡൻ രൂപത അറിയുകയും അവർ സ്മോൾ കുടുംബത്തിനെ സഹായിക്കാനായി മുന്നോട്ട് വരികയും ചെയ്തു. അങ്ങനെ നിരവധി പുരോഹിതന്മാരുടെ സഹായത്താൽ എക്സോസിസം നടത്താൻ വാറൻസ് ദമ്പതികൾ തീരുമാനിക്കുകയും ആ തീരുമാനം ഫലപ്രദമായി മാറുകയും ചെയ്തു. അതിനുശേഷം ഏകദേശം 4 മാസം വരെ ആ കുടുംബത്തിൽ ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എന്നാൽ 1986 ഒരു ക്രിസ്മസ് രാത്രിയുടെ തലേന്ന് അവരുടെ കുടുംബത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. അന്ന് എല്ലാവരും വീടിന് പുറത്ത് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു കറുത്ത രൂപം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എന്നാൽ ജാക്ക് ഭയന്ന് പിന്മാറാതെ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായി. പെട്ടെന്ന് ആ രൂപം പതുക്കെ മരങ്ങൾക്കിടയിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു.
എന്നാൽ അത് തുടക്കം മാത്രമായിരുന്നു. വീണ്ടും പഴയതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഇതിൽ നിരാശരായ സ്മോൾ കുടുംബം അവിടെ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു. ഇതിനെക്കുറിച്ച് അറിഞ്ഞ പള്ളിസഭ 4ാമത്തെ എക്സോസിസം നടത്താൻ തീരുമാനിക്കുകയും ആ എക്സോസിസം ഫലപ്രദമായി തീരുകയും ആ ദുഷ്ടാത്മാക്കളെ എന്നേക്കുമായി ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ആ വീട്ടിൽ ശാന്തി സമാധാനം തിരികെ കൊണ്ടുവരികയും ചെയ്തു. ആ എക്സോസിസത്തിന്റെ ഫലമായി പിന്നെ ഒരിക്കലും അവിടെ ഒന്നിന്റെ ശല്യം ഉണ്ടായിട്ടില്ല എന്ന് ജാക്ക് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. പക്ഷെ തുടർന്ന് ആ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ അവർ അവിടെ നിന്ന് താമസം മാറി. അവരുടെ ഈ ജീവിതാനുഭവങ്ങളെ കുറിച്ച് എഴുതിയ ദി ഹോണ്ടഡ് എന്ന പുസ്തകം വളരെയധികം പ്രശസ്തി നേടി. കൂടാതെ ഈ കഥ ഇതേ പേരിൽ തന്നെ 1991 റോബർട്ട് മാൻഡൽ എന്ന സംവിധായകൻ സിനിമയാക്കി പുറത്തിറക്കുകയും ചെയ്തു. ഇന്നും ഹോണ്ടഡ് കഥകളിൽ ഏറ്റവും ഭീതി ഉണർത്തുന്ന കഥയായ സ്മൂൾസ് കുടുംബത്തിന്റെ ഈ കഥ നിലനിൽക്കുന്നു.